ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 310. നമ്മൾ 60-ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശുതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 6 1 മുതൽ 5 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തന്നെയാണ് പറയുന്നത്. ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം. ചിലർ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം സ്വാഭാവികമായിട്ടുള്ളതാണെന്ന് പറയുന്നു. പദാർത്ഥങ്ങളിൽ അവയുടെ സ്വഭാവ ശക്തി ഉണ്ടാകുന്നു. അഗ്നി ജഗത്തിൻ്റെ കാരണമാണ്. അതായത് ബൗദ്ധികമായിട്ട് ആധുനിക സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന നിലയിലാണ് ചിലർ കാണുന്നത്. അഗ്നിയാണ് ജഗത്തിൻ്റെ കാരണം. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ് ദ്രവ്യമായി മാറിയത്. അങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയിട്ട് പ്രപഞ്ചമായി മാറി. ആ വസ്തുക്കൾക്കെല്ലാം ഓരോ വസ്തു, അങ്ങനെ ഉണ്ടായ വസ്തുക്കൾക്ക് ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചാണ് ഈ ലോകം ഇങ്ങനെ കാണപ്പെടുന്നത്. അതായത് ആധുനിക സയൻസ് പറയുന്ന തരത്തിലാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ആറ്റങ്ങളിലൂടെ, ഇലക്ട്രോണിലൂടെ, അല്ലെങ്കിൽ എനർജിയിലൂടെ, ഇങ്ങനെയെല്ലാം ഉള്ള നിലയിൽ. എന്നാൽ മറ്റു ചിലർ കാലമാണ് ജഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നു. കാലചക്രമാണ് ഇങ്ങനെ ജഗത്തിൻ്റെ കാരണമെന്ന് വേറെ ചിലർ പറയുന്നു. കാരണം കാലത്തിനനുസരിച്ച് എന്തുണ്ട്, വസ്തുക്കൾക്ക് അവയുടെ ശക്തി പ്രകടമാകുന്നുണ്ട്. ഓരോ കാലത്തിലും ഓരോന്നിൻ്റെ ശക്തി പ്രകടമാകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചില കാലം വരുമ്പോൾ ചെടികളെല്ലാം പൂക്കും, അല്ലെങ്കിൽ ചെടികൾ മുളച്ചു വരും. അപ്പോൾ എല്ലാം കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാം കിടക്കുന്നത്. അതും ബൗദ്ധികതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അപരാ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ വേറൊരു ശക്തിവിശേഷമുണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം ഉണ്ടായി. ഓരോ വസ്തുവിന് അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനെയല്ല. എന്നാൽ ഈ വൈജ്ഞാനികർ, അതായത് ആധുനിക സയൻസിൻ്റെ ആൾക്കാർ, ഭ്രമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർ വസ്തുക്കളുടെ സ്വഭാവമെല്ലാം നോക്കിയിട്ട് ഈ വസ്തുക്കൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചിന്തിക്കുകയാണ്. എന്നാൽ ഉപനിഷത്തിൻ്റെ തത്വപ്രകാരം ഈ വസ്തുക്കളെല്ലാം ഒരു മായാരൂപമാണ്. ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതെല്ലാം ആ ശക്തിവിശേഷം കാട്ടിക്കൂട്ടുന്നതാണ്. ഇപ്പം സീരിയലെല്ലാം കണ്ടിട്ട് ചിലവരെല്ലാം കരയുന്ന കാണാം. യഥാർത്ഥത്തിൽ സീരിയലിൽ അങ്ങനെ വല്ല സംഭവം ഉണ്ടായാലും വെറുതെ കാട്ടിക്കൂട്ടുന്നതല്ലേ. കരയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതെല്ലാം ചിലവർ കാട്ടിക്കൂട്ടുന്നതാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവവികാസങ്ങളും കണ്ടിട്ട് ആരെങ്കിലും ദുഃഖിക്കുകയോ സുഖിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഭ്രമത്തിൽ അകപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തി, ആ ബ്രഹ്മം തന്നെയാണ് എല്ലാമായി വന്നിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതാണ് ശരിയായ തത്വം. കാരണം അവർക്ക് ജഗത്തിൻ്റെ വാസ്തവിക കാരണം അറിയുവാനാകുന്നില്ല. ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു ശക്തിവിശേഷമുണ്ട്. അതാണ് പരാസയൻസ്. ആ ബ്രഹ്മമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഇതെല്ലാം ആയിട്ട് മാറിയിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള സത്യം അവർക്കറിയുവാനാകുന്നില്ല. ഇത് പരമേശ്വരൻ്റെ മഹിമ മൂലമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ആ ശക്തിവിശേഷത്തിൻ്റെ മഹിമ മൂലമാണ്. എന്ത് സംഭവിക്കുന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ രചനാവൈഭവം ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രപഞ്ച സൃഷ്ടിയുടെ ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ, രചനാവൈഭവം കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ഉദാഹരണമായിട്ട് നമ്മൾ രക്തം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെല്ലോ നമ്മളെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നെല്ലാം ഓർത്തുപോയാൽ നമ്മൾ അന്തം വിട്ടുപോകും. നമുക്കറിയുന്നില്ല നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് നടക്കുന്നത്. അപ്പം അതെല്ലാം ചിന്തിക്കുന്നവന് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഈ പ്രതിഭാസത്തെ പറ്റിയെല്ലാം
നല്ലവണ്ണം ചിന്തിക്കുന്നവർക്ക് അന്തം കിട്ടില്ല. അവർ ഈ സത്യം മനസ്സിലാക്കി ഇത് ഏതോ പിന്നിലൊരു ശക്തിയുണ്ട്. എന്നിട്ടോ അത് കാലങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അതീതമാണെന്ന് മനസ്സിലാക്കും. അപ്പം ഈ കാലത്തിനും സ്വഭാവത്തിനും എല്ലാം അതീതമാണ്. നേരത്തെ പറഞ്ഞ കാലമാണ്, സ്വഭാവമാണ് എന്നെല്ലാം വാസ്തവികമാണ് എന്നല്ല, അതിനെല്ലാം അതീതമായ ഒരു ശക്തിവിശേഷമുണ്ടെന്ന് അപ്പോൾ അവർ മനസ്സിലാക്കും. അദ്ദേഹമാണ് ഈ സംസാര ചക്രത്തെ കറക്കുന്നത്. പ്രപഞ്ചമുണ്ടാകുന്നു, ഇങ്ങനെ പോകുന്നു, പിന്നെ നശിക്കുന്നു. അതിങ്ങനെ വന്നും പോയും കൊണ്ട് ഇരിക്കുകയാണ്. ആ ചക്രത്തിൽ നിന്നും നമ്മൾ മാറിയാൽ അദ്ദേഹത്തെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. ഈ കാലമാകുന്ന ചക്രത്തിൽ ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, കർമ്മം ചെയ്യുക, ദുഃഖിക്കുക, കഷ്ടപ്പെടുക, ഇതെല്ലാം ഇതിൽ നിന്ന് മാറണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. അദ്ദേഹം, അതായത് ആ പരമേശ്വരൻ, ജഗത്തിൻ്റെ നിയന്താവും ജഗത്തിൻ്റെ ആധാരവും എല്ലാം അത് തന്നെയാണ്. കാലത്തിൻ്റെ മഹാകാലനാണ്, കാലത്തിൻ്റെ അപ്പുറം കിടക്കുന്ന കാലനാണ്, ജ്ഞാനസ്വരൂപനാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞവനാണ്, ചിന്മയനും പരമാത്മാവും സുഹൃത്തും, നമ്മുടെ സുഹൃത്തായിട്ട് കാണാം, സർവഗുണ സമ്പന്നനും, എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് വന്നതാണ്, ബ്രഹ്മാണ്ടത്തെ നന്നായി അറിയുന്നവനുമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹത്തിന്, ആ ശക്തിക്ക് അറിയാം. അദ്ദേഹം തന്നെ ഈ സംസാര ചക്രത്തെ കറക്കുന്നത്. അപ്പം ഈ സംസാര ചക്രം ഇങ്ങനെ കറക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പഞ്ചഭൂതങ്ങളായിട്ട്, എന്താണ്, ഖരദ്രവ വാത ഊർജം, പിന്നെ പ്രപഞ്ചം, അതിലൂടെ നിർമ്മിച്ചിട്ട് അവയെ താങ്കളുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള കഴിവ് നൽകി. പഞ്ചഭൂതങ്ങളെ, ജീവികളെയെല്ലാം സൃഷ്ടിച്ചിട്ട് പട്ടിക്ക് പട്ടിയുടെ കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകി, പൂച്ചക്ക് പൂച്ചക്കയുടെ കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകി, എല്ലാറ്റിനും അതിൻ്റേതായ ശക്തി നൽകി, സ്വർണത്തിന് സ്വർണത്തിൻ്റെ ഗുണവും എല്ലാം നൽകി. അദ്ദേഹത്തിൻ്റെ ശക്തി കൂടാതെ യാതൊന്നിനും സ്വയം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ യാതൊന്നിനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീരുമാനിച്ച മാതിരിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അർജുനൻ യുദ്ധത്തിലെ വില്ലാളി വീരനാണ്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കുറേ സ്ത്രീകളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കാട്ടാളന്മാർ പിടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിന് നോക്കിയിരിക്കാനേ പറ്റിയുള്ളൂ. അപ്പോൾ ഓരോ സമയത്തിന് മാത്രമേ, നമുക്ക് സമയം അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റൂ. എല്ലാ സമയത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിയിരിക്കാനേ പറ്റുകയുള്ളൂ. ഈ നിലയിൽ അദ്ദേഹത്തെ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഇനി 3 അദ്ദേഹം തൻ്റെ ശക്തിരൂപമായ മൂലപ്രകൃതിയാൽ, അദ്ദേഹം തന്നെയാണ് പുരുഷനും പ്രകൃതിയും, പുരുഷനും ശക്തിയും. ശക്തിയിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. ശക്തിരൂപമായ മൂലപ്രകൃതിയാൽ പഞ്ചമഹാഭൂതങ്ങളുടെ രചനാകർമ്മം നിർവഹിച്ച് ആദ്യം പഞ്ചഭൂതങ്ങളായിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഖരദ്രവ വാതകമായിട്ട് സൃഷ്ടിച്ചിട്ട് പിന്നെ ജഡചേതനാ തത്വത്തോടെ, ഇതെല്ലാം ജഡവസ്തുക്കളാണ്, ഈ ജഡവസ്തുക്കളോടുകൂടി ജീവൻ എന്ന പ്രതിഭാസം വരുന്ന ചേതനാ തത്വത്തെ യോജിപ്പിച്ചു. അപ്പം ജീവനില്ലാത്ത വസ്തുക്കളെ അദ്ദേഹം ആദ്യം സൃഷ്ടിച്ചു പഞ്ചഭൂതങ്ങളെ കൊണ്ട്. എന്നിട്ട് അതിൽ ചിലതിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ചേതനാ തത്വത്തെ യോജിപ്പിച്ചു. അങ്ങനെയാണ് നാനാരൂപത്തിലുള്ള കാര്യങ്ങൾ, ജീവനും ജീവനില്ലാത്തതുമായ വസ്തുക്കളോട് കൂടിയ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതായത് അവിദ്യ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിലൂടെ, ആധുനിക സയൻസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, എനർജി, ഇതെല്ലാം കൂടിയിട്ടുള്ള ആ സയൻസിലൂടെ പാപപുണ്യം കർമ്മങ്ങളെ തിരിച്ചുകൊണ്ട്
പാപമായ കർമ്മമുണ്ട്, എല്ലാം ദ്വയമായിട്ടാണ്. പാപമുണ്ടെങ്കിൽ പുണ്യമുണ്ട്. ഒരു കർമ്മം പാപമാണെങ്കിൽ അതിന് പുണ്യവശവും ഉണ്ട്. സഞ്ചിത കർമ്മങ്ങൾ, പാപകർമ്മത്തിലൂടെയാണ് നമുക്ക് ഓരോ ജീവജാലങ്ങൾക്കും സഞ്ചിത കർമ്മങ്ങൾ വെച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, മരിച്ചിട്ട് പിന്നെ ജനിച്ചിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളും എല്ലാം ഉണ്ട്. അതാണ് സഞ്ചിത കർമ്മങ്ങൾ. അത് ഏതിലൂടെയാണ്? സത്വരജോ തമോ ഗുണത്താൽ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോയിലൂടെയാണ് ഈ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട്. കർമ്മങ്ങൾ എത്ര നേരത്തെ ചെയ്യാം? സത്വരജോ തമോ ഗുണത്തിലൂടെ. കാലം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, അതായത് പഞ്ചഭൂതങ്ങളും പിന്നെ കാലം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 8 പ്രകൃതി തത്വങ്ങളിലൂടെയും പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അങ്ങനെ 8. അതിൻ്റെ കൂടെ കാലത്തിനനുസരിച്ച് 8 പ്രകൃതി ഭേദങ്ങളുടെ പിന്നെ എന്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുന്ന മനുഷ്യന് പഞ്ചഭൂതങ്ങളെ കൊണ്ടെല്ലാം മനുഷ്യനുണ്ടാക്കി അവനിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം പിടിപ്പിച്ചതിൻ്റെ ശേഷം അവനിൽ അഹന്തയും മമതയും ആസക്തിയും ഉണ്ടാക്കി. അഹന്ത, ഞാനെന്ന ഭാവം, ഞാൻ എൻ്റേത് എന്ന മമത, പിന്നെ ആസക്തി, അതിലൂടെ നേടുന്ന ആസക്തിയും. അതെല്ലാം സൂക്ഷ്മ ഗുണങ്ങളോടെ, അത്തരം സൂക്ഷ്മ ഗുണങ്ങളോടുകൂടി ജീവനുമായി അതിനെ ബന്ധിപ്പിച്ചു, അല്ലെങ്കിൽ ജീവാത്മാവുമായി അതിനെ ബന്ധിപ്പിച്ചു. നമ്മുടെ ജീവാത്മാവ് ഞാൻ എന്ന ചിന്തയോടുകൂടി ശരീരമാദ്യം പഞ്ചഭൂതങ്ങളെ കൊണ്ടെല്ലാം നിർമ്മിച്ചിട്ട് മനസ്സും ബുദ്ധിയെല്ലാം തന്നിട്ട് അതിൽ ഞാനെന്ന ഒരു അഹങ്കാരം ഉണ്ടാക്കി, അതാണ് ജീവാത്മാവ്. അതോടുകൂടി അഹന്തയും മമതയും ആസക്തിയെല്ലാം കയറി പിടിപ്പിച്ചു. അങ്ങനെയാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടിക്രമമാണ് വിവരിക്കുന്നത്. ഇനി 4 ഒരു കർമ്മയോഗി സത്വരജോ തമോ ഗുണത്തിനനുസരിച്ച്. അപ്പോൾ ഒരാളുടെ ജോലി, ഒരു കർമ്മയോഗി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അവരെന്ത് വേണം? സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങളും വരുന്നത്. അനുസരിച്ച് വർണ്ണം, ആശ്രമം, പരിതസ്ഥിതി എന്നിവക്കനുസരിച്ച് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഓരോ വർണ്ണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആശ്രമധർമ്മങ്ങളുണ്ട്. അതാണ് ചിലവരെ ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ട്, അതിന് ബ്രാഹ്മണൻ. ചിലവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അത് ക്ഷത്രിയൻ. ചിലവർ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ, അത് വർക്കുകൾ, അത് വൈശ്യൻ. പിന്നെ സേവനം, അത് ശൂദ്രൻ. ഇങ്ങനെ 4 തരത്തിലുള്ള കർമ്മങ്ങളാണ്. ഏതെങ്കിലും ഒന്നായിരിക്കും ഓരോ ആൾ ജനിച്ചു വരിക. ഒരു കുടുംബത്തിൽ തന്നെ ഇതെല്ലാം കാണും. തൻ്റെ കർമ്മങ്ങളെ അഹന്ത, മമത, ആസക്തി എന്നിവ ഒഴിവാക്കിക്കൊണ്ട്, അപ്പോൾ ഒരു കർമ്മയോഗി ചെയ്യേണ്ടത് എന്താണ്? അഹന്ത, മമത, അഹങ്കാരം ഇവ ഒഴിവാക്കിക്കൊണ്ട് ആ പരബ്രഹ്മ പരമേശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാം അദ്ദേഹത്തിനായി ചെയ്യണം. ഒരാൾ ജനിച്ചതിനും ഒരു കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് അവൻ കർമ്മം ചെയ്യണം. അഹന്ത പാടില്ല, മമത പാടില്ല, ആസക്തി പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അവനെ യേശില്ല. അത് ചെയ്യുന്ന എന്ത് കർമ്മമായാലും പുണ്യകർമ്മമായാലും അതിൻ്റെ ഫലം അവനെ യേശില്ല. അതുകൊണ്ട് പാവം പുണ്യമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അധർമ്മം കാണണ്ടെങ്കിൽ, അധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പോരാടണം. അതിൽ പാപവുമില്ല, പുണ്യവുമില്ല. അതാണ് അർജുനനോട് പറഞ്ഞത്, നീ കൊന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? നീ നിന്റെ ധർമ്മമാണ് ചെയ്യുന്നത്, ആ സൃഷ്ടികർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിലൂടെ തൻ്റെ സഞ്ചിത കർമ്മങ്ങൾക്ക് വിനാശം സംഭവിക്കും. അപ്പം നമ്മൾ ജനിച്ചത് കുറേ കർമ്മങ്ങൾ ചെയ്യാനാണ്. അങ്ങനെ അത് നിസ്വാർത്ഥമായിട്ട് അതിനായിട്ട് ചെയ്തു കൊടുത്തേക്കുക, നമുക്ക് എന്ന ചിന്ത ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ നമ്മളെ കർമ്മങ്ങളെല്ലാം ചെയ്ത് തീരുമ്പോൾ നമുക്ക് മോക്ഷം പ്രാപിക്കും. അതോടെ പരമാത്മാവിനെ പ്രാപിക്കാം. നമ്മളെ കർമ്മമെല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ
നമ്മൾ നേരെ വന്ന സ്ഥലത്തേക്ക് ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്. ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത്. നമ്മൾ ബ്രഹ്മമായിട്ട് തിരിച്ചു പോകും. കാരണം ഈ ജീവാത്മാവ് അഹന്ത, മമത, പിന്നെ നേരത്തെ പറഞ്ഞ ആസക്തി മുതലായ വികാരങ്ങളിൽ നിന്നെല്ലാം അതോടെ മുക്തമാകും. അപ്പം എല്ലാത്തിനു വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഹന്തയും ഉണ്ടാവില്ല, മമതയും ഉണ്ടാവില്ല, ആസക്തിയൊന്നും ഉണ്ടാവില്ല. അതിൽ നിന്നെല്ലാം മുക്തമായി നമ്മളെ സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും നമ്മൾ മോചിക്കപ്പെടും. അങ്ങനത്തെ അവസ്ഥ എത്തുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം തീരുന്ന അവസ്ഥയിലേ നമുക്ക് ഈ ചിന്താഗതി വരാനും പോകുന്നുള്ളൂ. ഇനി 5 ഈ പരമേശ്വരൻ ത്രികാലങ്ങൾക്കും അതീതനാണ്. ഈ പരമേശ്വരന് ഭൂതം, ഭാവി, വർത്തമാനം ഒന്നുമില്ല. അത് നമുക്കാണ്. അതെല്ലാത്തിനെയും കവച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദേശകാല ഭേദമില്ല. അതേ ദേശത്തിനും കാലത്തിനും ഒന്നും ഭേദമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചില മതങ്ങളെല്ലാം പറയുന്ന കേൾക്കാം. അതിൻ്റെ ഈശ്വരൻ അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ, ഇന്ന ദേശക്കാരാണ് അവൻ്റെ ഈശ്വരൻ, ഇന്ന ദേശത്തിൻ്റെ ആളാണ്, ബാക്കിയെല്ലാം ശത്രുതയാണ്. അങ്ങനെ ഈശ്വരന് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ശക്തിവിശേഷത്തിന് കാലവുമില്ല, ദേശമൊന്നുമില്ല. അതിനെല്ലാം അതീതനാണ്. ഞാൻ ഇന്ന ദേശക്കാരൻ്റെതാണ്, മറ്റവനാണ്, ഇങ്ങനെ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന പരിപാടിയൊന്നും യഥാർത്ഥമായ ബ്രഹ്മത്തിന്, ഈശ്വരന് ഇല്ല. ഭൂതഭാവി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വർത്തമാനകാലം തന്നെയാണ്. അദ്ദേഹം എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ ഭൂതവും നമ്മുടെ വർത്തമാനവും നമ്മളെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മളെ അടിസ്ഥാനത്തിലാണ്, നമ്മളെന്നുമില്ല. അതുകൊണ്ടാണ്. പക്ഷെ അതെന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് ഭൂതവും ഭാവിയല്ല, അതിൻ്റെ വർത്തമാനം തന്നെ ആണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ 16 കലകൾക്കും അതീതനാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടോ മനസ്സ്, ബുദ്ധി ഇതൊന്നും കൊണ്ടല്ല അദ്ദേഹം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഈ ലോകവുമായിട്ട് അതൊന്നൊരു ബന്ധപ്പെടാതെയാണ് നിൽക്കുന്നത് ഈശ്വരൻ. പ്രകൃതിയോടുകൂടി ജീവനെ ചേർക്കുന്നതിൻ്റെ കാരണത്തിന് അതാണ് കാരണം. പ്രകൃതിയോടുകൂടി ജീവനെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോടുകൂടി ജീവാത്മാവിനെ ചേർക്കുന്നതിൻ്റെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. കാരണത്തിൻ്റെ കാരണമാണ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനുള്ള കാരണത്തിൻ്റെ കാരണമാണ്. അതിൻ്റെ അപ്പുറമാണ് അത് നിൽക്കുന്നത്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്നതിന് ഞാനായിരിക്കും, പക്ഷേ എനിക്കോ അപ്പുറമാണ്. അപ്പം കാരണത്തിൻ്റെ കാരണമായ ആൾ അതിലൂടെയാണ്. പരമേശ്വരൻ ഏകമാത്ര സ്തുതിക്ക് യോഗ്യനാണ്. ഏകമാത്ര സ്തുതി. അപ്പം ഒരാളെ മാത്രമേ സ്തുതിക്കാൻ പാടുള്ളൂ എന്ന് മറ്റു മതങ്ങളിലെല്ലാം പറയുന്ന കേൾക്കാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആകെ സ്തുതിക്ക് അർഹനായിരിക്കുന്നത് ആ പരമേശ്വരൻ, ഏകനായ പരമേശ്വരൻ മാത്രമാണ്. മറ്റേ ആരെയും വേണ്ട, സ്തുതിക്ക് അർഹതയൊന്നുമില്ല. അതെല്ലാം ബ്രഹ്മം തന്നെ പലതായി വന്നതാണ്. അദ്ദേഹത്തെ അന്വേഷിച്ച് ദൂരെ എങ്ങും പോകേണ്ട. ഈശ്വരനെ അന്വേഷിച്ചിട്ട് നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈശ്വരനെ തന്നെ അന്വേഷിച്ചിട്ട് അവിടെ ഹിമാലയം വരെയെല്ലാം കറങ്ങുകയാണ്. പല അമ്പലങ്ങളിൽ, പല ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ, എവിടെയല്ലോ പോവുകയാണ് ഈശ്വരനെ നോക്കിയിട്ട്. അതിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അത് നമ്മൾ ഉള്ളിൽ തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ എന്തിനാ വേറെ എവിടെ അന്വേഷിച്ചു പോകുന്നത്? ഇത് ദൃഢമായി വിശ്വസിച്ചിട്ട്, അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൃഢമായി വിശ്വസിക്കണം. ഈശ്വരൻ നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. വേറെ എവിടെ അതിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അത് പല രൂപത്തിൽ വന്നതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അത് തന്നെയാണ് പട്ടിയും പൂച്ചയും എല്ലായിട്ട് വന്നിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അത് തന്നെയാണ് പല രൂപത്തിൽ വേഷവും കെട്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ സർവശക്തനും സർവവ്യാപിയുമായ പരമേശ്വരനെ ഉപാസിച്ചാൽ, ആ നിലയിൽ അദ്ദേഹത്തെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, ഉപാസിച്ചാൽ
അല്ലെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തെ പ്രാപിക്കാം.